ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഞാൻ ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടില്ല കേട്ടോ ആ റെസിപ്പി. പക്ഷെ വളരെ നല്ലൊരു റെസിപ്പിയാണ്. എനിക്കൊരു ഷെഫാണ് ഇത് പഠിപ്പിച്ചു തന്നെ. ലിം ചായ് ചിക്കൻ. ഇത് നമുക്കൊരു എന്താ പറയുക സ്നാക്കായിട്ട്, സ്റ്റാർട്ടറായിട്ട്, അതേപോലെ എന്താ പറയുക ചപ്പാത്തിയുടെ ചോറിൻ്റെ ഒക്കെ കൂടെ ഒരു ഫ്രൈ പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. നോക്കാം നമുക്ക്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാൻ ചിക്കൻ്റെ അളവ് പറഞ്ഞില്ല. ചിക്കൻ 250 ഗ്രാം ചിക്കനേ ഉള്ളൂ കേട്ടോ. അത് ഇങ്ങനെ സ്ട്രൈപ്സ് ആകുമ്പോൾ നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. 250 ഗ്രാം ചിക്കനിലേക്കാണ് ഒരു മുട്ടയുടെ പകുതി മതി. ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സോയ സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ്. ഉപ്പ് സോയ സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പോവാണ്. അധികം സമയം എടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാൻ പോവാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം. കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. നോക്കാം. ഇപ്പം നോക്കിയേ, ഈ സ്ട്രൈപ്സ് ഒക്കെ എന്താ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ ആ എഗ്ഗിൻ്റെയൊക്കെ അതുള്ളത് കൊണ്ട് എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് കഴിച്ചു. പെട്ടെന്നാവും. ബോൺലെസ് ചിക്കനാണ്. പിന്നെ വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു കോട്ടിങ് ഇതിന് വരുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് വരെ ഈ പ്രോസസ്സ് വരെ ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പാർട്ടിക്കുള്ള ദിവസം, ഇപ്പോൾ കുട്ടികളൊക്കെ വരുന്ന ദിവസം അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അടുക്കളയിൽ നിൽക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ ആക്കി വയ്ക്കും. എന്നിട്ട് ആ സമയത്ത് ഫ്രൈ. ബാക്കിയുള്ള മെത്തേഡൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അതുവരെ ഉള്ളത് അങ്ങനെ ചെയ്തു. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത്ര നല്ല റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ഇങ്ങനെ നല്ല ഫ്രൈ ആക്കി എടുക്കണം. അധികം ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അധികം ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബോൺലെസ് ചിക്കനാണ്. പിന്നെ വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ, നല്ല സ്ട്രൈപ്സ് ആയിട്ട് കിടക്കുന്നതാണ്. ഒന്നും കൂടായിട്ട് ഇതെടുക്കുക. എന്നിട്ട് ബാക്കി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ചെയ്തെടുക്കണം. ഇതായിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. ഇതിനൊരു സോസ് ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്താണ്, വളരെ ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത്. 1 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്. ഇതിലേക്ക് 1 സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞ് എടുക്കണം. ഇത് നന്നായിട്ട് ആവണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ചില്ലി പേസ്റ്റ്. ഈ ചില്ലി പേസ്റ്റ് എങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ കാശ്മീരി ചില്ലി വെള്ളത്തിലിട്ടിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് കുതിർന്നതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വിനാഗിരി നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്താലും മതി. ആദ്യം നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ച് അരയ്ക്കുക. കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ട് അരച്ചിട്ട് എടുക്കുക. അത് നമ്മൾ ഫ്രിഡ്ജിൽ, സാധാരണ ഹോട്ടലിലൊക്കെ അത് ഫ്രിഡ്ജിൽ ഉണ്ടാവും. അങ്ങനെ കുറേ ക്വാണ്ടിറ്റി അവർ ചെയ്ത് വയ്ക്കും. പക്ഷെ നമുക്ക് ഈ ചില്ലി പേസ്റ്റ് എപ്പോഴും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. അതിലേക്ക് കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ. നമുക്കിപ്പോൾ അത്രയല്ലേ ആവശ്യമുള്ളൂ. നമുക്ക് ഹോട്ടലിലുള്ള പോലെ എപ്പോഴും ചില്ലി പേസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ ഒരു ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ചമണം പോവും. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ്.
ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം. ഒരു പിഞ്ചു ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കും. ഇതിൽ സോസൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലെല്ലാ സ്പൈസസും വന്നിട്ടുണ്ട്. കുറച്ച് സെലറി ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമ്മൾ ആ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് അതും വേണമെങ്കിൽ അത് വേറെ ഉണ്ടാക്കി വയ്ക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കണം. അപ്പം ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തത്, കെച്ചപ്പാണ് ചേർത്തത്. പക്ഷേ 1-2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, സോസിൽ കൂട്ടിയിട്ട് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടം വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.